നമുക്ക് കുറച്ചാൽ ഞങ്ങളുടെ ഇവിടെ സൈക്കിൾ ഓട്ടാൻ വന്നതാ. പൂപ്പർക്ക് നമ്മളിങ്ങനെ ജോർജൊക്കെ നമ്മുടെ സൈക്കിൾ ഓട്ടായിരുന്നു. അപ്പോൾ പുള്ളിക്ക് ഒരു ഇൻട്രസ്റ്റ് സൈക്കിൾ ഓട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ ചവിട്ടാൻ പറഞ്ഞു. പുള്ളി അപ്പോൾ ഒരു BMW സൈക്കിളൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. പുള്ളി കുവൈറ്റിൽ എന്തോ ഒരു അടിക്ക് വിട്ട് വന്നപ്പോൾ ഒരു BMW മേടിച്ചിട്ടുണ്ടെന്ന്. ഞാനാ ഫിക്സ് ചെയ്ത് കൊടുത്തത്. എൻ്റെ സീറ്റും ഹാൻഡിലൊക്കെ നേരെയൊക്കെ മതിയായിരുന്നു, പാക്ഡാണ് സാധനം. പുള്ളി പിറ്റേ ദിവസം പോലെ നമ്മുടെ ഇവിടെ സൈക്കിൾ ഓട്ടാൻ വന്ന് രസമായിരുന്നു പുള്ളി. പക്ഷെ സമ്മതിക്കണോട്ടോ, കാരണം ഞാനൊക്കെ ഫസ്റ്റ് ഡേ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഡേ ഐ തിങ്ക് ഞങ്ങളെ ഔട്ട് ചെയ്ത് 12 കിലോമീറ്റർ കണ്ട ആകെ തളർന്നൊടിഞ്ഞ് വീട്ടിൽ വന്ന്. പുള്ളി ഫസ്റ്റ് ഡേ ഔട്ട് ചെയ്ത് 40 കിലോമീറ്റർ ഞങ്ങളുടെ കൂടെ. ഐലൻഡ് വരെ പോയി തിരിച്ചു വന്ന് നല്ല പേസിൽ ചവിട്ടും ചെയ്ത്. ഞാൻ ചോദിച്ചു പുള്ളിയോട്, സൈക്കിൾ പുള്ളി ജിമ്മിലിരിക്കുന്ന സൈക്കിളില്ലേ അത് ചവിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ചവിട്ടാനൊന്നുമില്ല. കുറച്ചു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ബിസിയായി. ഇങ്ങനെ സൈക്കിള് ഇപ്പം പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും മിക്കവാറും. എന്താ അവസ്ഥ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് രസമായിരുന്നു പുള്ളി അറിഞ്ഞത്. പക്ഷെ പുള്ളിയുടെ കൂടെ പോകുമ്പോൾ ഒരു പ്രോബ്ലം അല്ല, നമുക്ക് ചായ കുടിയൊന്നും നടക്കില്ല. എന്റെ ദൈവം ആലോചിച്ച് തേവര ജംഗ്ഷനിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ രാവിലെ 5 മണിക്കാണ് പോണത്. തിരിച്ചിങ്ങോട്ട് കറങ്ങി തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ട്രാഫിക് ആവുപോയി. തേവര ജംഗ്ഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ ആ ജംഗ്ഷനിൽ ട്രാഫിക്കിൽ പുള്ളി നിൽക്കുക, ബസ്സും അതും ഒക്കെ. ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ട് ദേടാ മമ്മൂട്ടി തീർന്നേ. ഞങ്ങൾക്കായിരുന്നു പുള്ളി കൂൾ ചില്ലൊരു ഹെൽമെറ്റ് വെച്ചിട്ട് കണ്ണടം വെച്ച് നീറ്റായിട്ട് സൈക്കിൾ കെട്ടി. അങ്ങനെ ഒരു കുറച്ച് കാലം ഉണ്ടായിരുന്നു.